സൗത്ത് മൊറാങ്ങിലെ കല്യാണം. ഡെക്കറേഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ബഡ്ജറ്റ് ഒന്നും കുറച്ചില്ലെന്നും തോന്നുന്നു. ബഡ്ജറ്റ് എങ്ങനെയായാലും ഒരു 2 കൂടുതൽ അടിക്കാൻ കിട്ടിയാൽ മതിയായിരുന്നു. Welcome everybody to Romeo and Juliet's wedding reception. ഇന്നത്തെ വെഡിങ് റിസപ്ഷൻ ഒഫീഷ്യലായി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ലെറ്റ്സ് വെൽക്കം our bride and the groom. ഒരു അടിപൊളി ഡാൻസോടെ അവരെ സ്വീകരിക്കും. സ്മൈൽ പ്ലീസ്. നാച്ചുറലായി ചിരിക്കണേ, അത്രയും വേണ്ട. ചിൻ അപ്പ്, ചിൻ ഡൗൺ, ഹെഡ് സ്ട്രെയിറ്റ്. ഒരു റിച്ച് ലുക്കൊക്കെ വരട്ടെ. കമോൺ. ഞാൻ ചിരി പ്രാക്ടീസിന് പോയായിരുന്നു. ചിരിച്ചെനിക്ക് ചീക്സ് ഒക്കെ വേദനിക്കുവാന്നേ. ഓ, ഇനി 2 മണിക്കൂർ നിന്ന് ചിരിക്കണമല്ലോ. എൻ്റെ മുഖമൊക്കെ കോടിപ്പോകുന്നാ തോന്നുന്നേ. എടാ മോനെ, ഒന്ന് നേരെ നിൽക്ക്. ആ ഫോട്ടോയിൽ ആ കോളറൊക്കെ വളഞ്ഞു കിടന്ന് എന്തോ ഒരു ഭംഗിയും കാണത്തില്ല. എൻ്റെ അമ്മേ, കോളറല്ല, എൻ്റെ കോൺഫിഡൻസ് ആണ് അമ്മ മടക്കിയത്. മോളെ, ആ ഹെയറൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചേ. ലൈവ് വീഡിയോ അല്ലേ, നാട്ടിലെ റിലേറ്റീവ്സ് ഒക്കെ കണ്ടോണ്ടിരിക്കുക. ഓ, ഇന്നത്തെ ഈ ഫംഗ്ഷനേക്കാൾ റിലേറ്റീവ്സിന്റെ കമന്റ്സാ എനിക്ക് പേടി. എല്ലാം ഒന്ന് ഭംഗിയായിട്ട് നടന്നാൽ മതിയായിരുന്നു. ഇനി ആ കേറ്ററിംഗ് ബില്ല് വരുമ്പോഴാണ് എൻ്റെ ചങ്ക് പടയ്ക്കാൻ പോണത്. ആ ഇവന്റ് മാനേജറാണെങ്കിൽ ഒരു ഒടുക്കത്തെ കത്തിയ. എടി വാടി, നമുക്കൊരു സെൽഫി എടുക്കാം. ഇൻസ്റ്റയിലൊക്കെ ഇടണ്ടല്ലേ? ശരിയാ. There's no point waiting for the cameraman. Let's go live. അല്ല, ഇവിടെ ഫുഡ് കൗണ്ടർ ഒന്നും ഇല്ലേ? ഓൺട്ര ഒന്നും കാണുന്നേ ഇല്ലല്ലോ. എന്റെ ശരിയേ, നീ തിന്നാൻ വേണ്ടി മാത്രമാണടി വന്നിരിക്കുന്നേ. അവരൊക്കെ ഒന്ന് വിഷ് ചെയ്യണ്ടടി നമുക്ക്. ആദ്യം ഫുഡ്, അത് കഴിഞ്ഞിട്ടാകാം ബ്ലെസ്സിങ്. എംപ്റ്റി സ്റ്റൊമക്കിലെ ബ്ലെസ്സിങ് ഒന്നും ശരിയാകിയല്ലെന്നേ. ഹലോ ഹലോ ഹലോ, ലെറ്റ്സ് എന്റർടൈൻ our guests with another dance.
സാറേ ഒരു എമർജൻസി ഉണ്ടല്ലോ. എന്താ? എന്തു പറ്റി? കേക്ക് വന്നില്ലേ? എന്താ പ്രശ്നം? അതൊന്നുമല്ല സാറേ പ്രശ്നം. ഗസ്റ്റുകൾക്ക് കൊടുക്കാനുള്ള വൈനൊക്കെ ഓൾമോസ്റ്റ് തീർന്നിരിക്കുകയാണ്. അതാണല്ലോ സെലിബ്രേഷന്റെ ഒക്കെ ഒരു മെയിൻ ഐറ്റം. ഈ വൈനാണേൽ സൗത്ത് മൊറാങ്ങിലെ ബേബിച്ചൻസ് കുയിൽനാഥം വൈൻയാർഡിൽ നിന്നും സ്പെഷ്യലായി ഓർഡർ ചെയ്തതാ. അടിപൊളി സാധനമായിരുന്നു. ഇനിയിപ്പോ ഇത്രയും നല്ലത് എവിടെ നിന്ന് ഒപ്പിക്കും? ഇത്ര പെട്ടെന്ന് വൈൻ തീർന്നു? ഗസ്റ്റ് ഒന്നും ഇതുവരെ ഡാൻസ് ഫ്ലോറിൽ പോലും എത്തിയിട്ടില്ലല്ലോ. അത് പിന്നെ സാറേ, ചില ഗസ്റ്റ് ഒക്കെ ഓൾറെഡി സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞു. മറ്റു ചിലരാണെങ്കിൽ ജസ്റ്റ് ടേസ്റ്റിംഗ് എന്ന് പറഞ്ഞ് 3-ാം റൗണ്ട് വരെ എത്തിയിട്ടുണ്ട്. വെറുതെ അല്ല ഇത്രയും പെട്ടെന്ന് തീർന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ ഡാൻ മർഫി ക്ലോസ് ആയി കാണുമോ ആവോ? പിന്നെ അതൊക്കെ പണ്ടേ ക്ലോസ് ആയി കാണും. ഇത്ര സമയായില്ലേ? അയ്യോ എന്റെ കർത്താവേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? നാട്ടുകാരറിഞ്ഞാൽ ആകെ നാണക്കേടാകും. പോരാഞ്ഞിട്ട് ലൈവും. ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതായിരിക്കും ഇനി ചർച്ച. ഛേ, ഇത്രയും വലിയ നാണക്കേട് ഇനി വരാനുണ്ടോടി? നാട്ടുകാർക്ക് പറഞ്ഞു നടക്കാൻ ഇനി ഇത് മതി ടോപ്പിക്. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു, പക്ഷെ ഡ്രിങ്ക്സ് എല്ലാം തീർന്നെന്ന് പറഞ്ഞ് ഇനി ആൾക്കാർ ചിരിക്കാൻ തുടങ്ങും. എടി ഷിജി, അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഫുഡ് വല്ലതും ഡിലേ ആകുന്ന കാര്യമാണോ ഡി? അതൊന്നും അല്ലടി, വേറെ ഏതോ സീരിയസ് കാര്യം ഒന്നാ തോന്നുന്നേ. അയ്യോ എൻ്റെ പൊന്ന് സാറേ, ഇത്രയും ടെൻഷനൊന്നും ആ മുഖത്ത് കാണിക്കരുത്. ഇതെല്ലാം അതുപോലെ വീഡിയോ ആൽബത്തിൽ കാണുവേ. ദേ നോക്കിക്കേ, ആ നീല സാരി ഇവിടുത്തെ ആൻറ്റിയെ കണ്ടാൽ ഈശോയുടെ അമ്മ മറിയത്തെ പോലെ തോന്നുന്നു അല്ലേ? ശരിയാ കേട്ടോ. ഏതാ ഈ ആന്റി? എന്തു പറ്റി? എന്തോ ഭയങ്കര ടെൻഷനാണെന്ന് തോന്നുന്നല്ലോ. അത് പിന്നെ ഗസ്റ്റിന് കൊടുക്കാനുള്ള വൈനൊക്കെ തീർന്നു. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. മൊത്തത്തിൽ ടെൻഷനാ. എല്ലാം നന്നായി നടക്കാൻ നാളുകളായി നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കുന്നതാ. എന്നാൽ ഇങ്ങനത്തെ ഒരു കുറവ് പ്രതീക്ഷിച്ചില്ല. എന്നാലും കുട്ടികളുടെ സന്തോഷ ദിവസം തന്നെ ഇങ്ങനെ ആയല്ലോ. എൻ്റെ ദൈവമേ, ഈ നാണക്കേടിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. മകനെ, ഇവരൊക്കെ വലിയ ടെൻഷനിലാണ്. അവരുടെ വൈനൊക്കെ തീർന്നുപോയി. നീ എങ്ങനെയെങ്കിലും അവരെ ഒന്ന് രക്ഷിക്കണം. അമ്മ എന്തിനാണ് ഇതൊക്കെ എന്നോട് പറയുന്നത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യൂ. അതെന്താ അവരങ്ങനെ പറഞ്ഞത്? ഇനി എന്ത് ട്വിസ്റ്റാണോ ആവോ ഇനി വരാൻ പോകുന്നത്? ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. സാലറി കട്ട് വരാത്ത ട്വിസ്റ്റ് ആയാൽ മാത്രം മതി. സെമസ്റ്റർ ഫീസ് അടയ്ക്കാനുള്ളതാണ് ഈ സാലറി കിട്ടിയിട്ട്. പിന്നെയോ, ആ പെട്രോളിന്റെ വില അങ്ങ് കത്തിക്കയറിക്കൊണ്ടിരിക്കുവല്ലേ. നിങ്ങൾ അവിടെയുള്ള പാത്രങ്ങളൊക്കെ വെള്ളം നിറയ്ക്കുവിൻ. വെള്ളമോ? എൻ്റെ സാറേ, ഗസ്റ്റൊക്കെ ഇപ്പോൾ ഇവിടെ ഓരോ മോക്ടെയിൽ പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. നമ്മളാണെങ്കിൽ ഇവിടെ ഒരു വാട്ടർ സർവീസ് ആണ് നടത്താൻ പോകുന്നത്. This is beyond my event management diploma. നിങ്ങൾ സംസാരം കുറച്ചിട്ട് അനുസരിക്കാൻ നോക്കൂ. അനുസരിക്കുന്നിടത്താണ് അനുഗ്രഹമുള്ളത്. ബക്കറ്റ് അല്ലല്ല, സോറി, ജാറ് ഫുള്ളായി. കല്യാണം കഴിച്ചാൽ ജീവിതത്തിൽ വെള്ളം കുടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഇതാ ഇപ്പോൾ നമ്മൾ ഇതും കണ്ടിരിക്കുന്നു. നിങ്ങൾ സംസാരിക്കാതെ ജോലി ചെയ്യാൻ നോക്ക്. ഗസ്റ്റൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സീൻ വീഡിയോ എടുക്കട്ടെ, നല്ല റീച്ച് കിട്ടും. പിന്നെ കുറെ ലൈക്സും കമന്റും. ആദ്യം മിറാക്കിളാണോ മിസ്റ്റേക്ക് ആണോ നോക്കിയിട്ട് പറയാം വീഡിയോ വേണോന്ന്. ഈശോ പറഞ്ഞത് അനുസരിക്കാൻ നോക്ക്. ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഇവന്റ് മാനേജർക്ക് കൊടുക്കൂ. വേണ്ട, എന്നെ തന്നെ ഗിന്നിപ്പേക്ക് ആക്കണമല്ലേ? സർ, ഫസ്റ്റ് ടേസ്റ്റർ ആകുന്നതിൽ എനിക്ക് സിമ്പതിയുണ്ട്. ബട്ട് വി ഡോണ്ട് ഹാവ് എനി ചോയ്സ്. വാവ്, ഇത് സൂപ്പർ ആണല്ലോ. എന്താ സാറേ, പ്ലെയിൻ വാട്ടർ ഡീലക്സ് ആണോ? ഇത് വെള്ളമല്ല, നല്ല ഒന്നാം തരം വൈനാണ്. ഇങ്ങനെയൊന്നും ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. എന്താ ഇത് പുതിയ ഐറ്റം ആണോ? ഞാൻ പറഞ്ഞില്ലേടി, പ്രീമിയം ഐറ്റംസ് ഒക്കെ ലാസ്റ്റേ വരുള്ളൂന്ന്. സാധാരണ എല്ലാവരും ആദ്യം നല്ല വൈൻ കൊടുക്കും, പിന്നെ മത്ത് പിടിച്ച് കഴിയുമ്പോൾ താഴ്ന്ന തരവും കൊടുക്കും. നിങ്ങളാണെങ്കിൽ ഏറ്റവും മുന്തിയത് അവസാനത്തേക്ക് വെച്ചു. എൻ്റെ ജോസഫേട്ട, ഞാൻ ഈ കാരണോട് 1000 പ്രാവശ്യം പറഞ്ഞതാ പൈസ ലാഭിക്കലേ എന്ന്.
ഇപ്പം സമാധാനമായല്ലോ. ഹാവു, എന്തായാലും അവസാനം എല്ലാം നന്നായി വന്നു. ഈശോയുടെ അനുഗ്രഹം, അല്ലാതെന്താ. ദൈവത്തിന് മഹത്വം. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഒരു മിറക്കിൾ കാണുന്നത്, അതുപോലെ മിറക്കിൾ വൈൻ വിളമ്പുന്നതും. ഇനിയിപ്പോ എനിക്ക് തന്റെ സിവിയിൽ വരെ ആഡ് ചെയ്യാം, എക്സ്പീരിയൻസ്ഡ് ഇൻ വാട്ടർ മാനേജ്മെന്റ് ആൻഡ് മിറക്കിൾ സപ്പോർട്ട് എന്ന്. സാർ, ഈ പാർട്ടായിരിക്കും ഈ ആൽബത്തിന്റെ ഹൈലൈറ്റ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ടൈറ്റിൽ ഫ്രം ടെൻഷൻ ടു ട്രാൻസ്ഫോർമേഷൻ എന്നാക്കാം അല്ലേ? Come on everyone. ഈശോ തന്ന ഇത്ര വലിയ കൃപയ്ക്കായി നന്ദി പറയാം. നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിച്ചാലോ? Let's celebrate.